മലബാറിനെ കീഴടക്കി അവിടുത്തെ നാട്ടുരാജ്യങ്ങളെ തകർത്ത് മൈസൂർ പടയോട്ടം തെക്കോട്ട് നീങ്ങുകയായിരുന്നു. ലക്ഷ്യം തിരുവിതാംകൂർ പിടിച്ചടക്കുക. ടിപ്പുവിൻ്റെ നോട്ടം മുഴുവൻ തിരുവിതാംകൂറിലെ ശ്രീപത്മനാഭൻ്റെ കണക്കറ്റ സ്വത്തുവകകളിലായിരുന്നു. മൈസൂരിൽ നിന്നു പടയോട്ടം നടത്തി വന്നിട്ട് വെറും കൈയോടെ മടങ്ങാൻ ടിപ്പുവിൻ്റെ അഹങ്കാരം അനുവദിച്ചില്ല. തിരുവിതാംകൂറിനെ സംരക്ഷിക്കാൻ കൊച്ചി രാജ്യത്തിൻ്റെ അതിർത്തിയിൽ നിർമ്മിച്ച കൂറ്റൻ പ്രതിരോധ മതിലായിരുന്നു നെടുങ്കോട്ട. ഈ കോട്ട തകർക്കാതെ ടിപ്പുവിന് മുന്നോട്ടു പോകാൻ കഴിയില്ലായിരുന്നു. അന്ന് ധർമ്മരാജ എന്നറിയപ്പെടുന്ന കാർത്തിക തിരുനാൾ രാമവർമ്മയായിരുന്നു തിരുവിതാംകൂർ ഭരണാധികാരി. ഡിസംബർ 28 അർദ്ധരാത്രിയിൽ ടിപ്പു തൻ്റെ സൈന്യത്തിലെ ഏറ്റവും മികച്ച 14,000 ഭടന്മാരുമായി നെടുങ്കോട്ടയുടെ ഒരു ഭാഗം രഹസ്യമായി പിടിച്ചെടുത്തു. ഏകദേശം 9 മൈലോളം ദൂരം കോട്ടയ്ക്ക് മുകളിലൂടെ അവർ മുന്നേറി. ടിപ്പുവിൻ്റെ പ്ലാൻ ലളിതമായിരുന്നു. കോട്ടയുടെ പ്രധാന കവാടം തുറന്ന് ബാക്കി സൈന്യത്തെ അകത്തേക്ക് പ്രവേശിപ്പിക്കുക. എന്നാൽ ടിപ്പു പ്രതീക്ഷിക്കാത്ത ഒന്ന് സംഭവിച്ചു. വൈക്കം പത്മനാഭപിള്ളയുടെ നേതൃത്വത്തിലുള്ള കേവലം 20ഓളം വരുന്ന തിരുവിതാംകൂർ പടയാളികൾ ടിപ്പുവിൻ്റെ സൈന്യത്തെ ധീരമായി നേരിട്ടു. ഒരു ഇടുങ്ങിയ വഴിയിൽ വെച്ച് നടന്ന ഈ പോരാട്ടത്തിൽ ടിപ്പുവിൻ്റെ സൈന്യം അമ്പരന്നുപോയി. പിന്നിൽ നിന്ന് കൂടുതൽ തിരുവിതാംകൂർ സൈന്യമെത്തിയതോടെ മൈസൂർ പട പിന്തിരിഞ്ഞോടാൻ നിർബന്ധിതരായി. പിന്തിരിഞ്ഞോടുന്നതിനിടയിൽ പരിഭ്രാന്തരായ മൈസൂർ സൈന്യം കോട്ടയുടെ കിടങ്ങുകളിൽ വീണു. ടിപ്പു സുൽത്താനും പരിക്കേറ്റു. അദ്ദേഹം സഞ്ചരിച്ചിരുന്ന പല്ലക്കും സ്വർണ്ണപ്പിടിയുള്ള വാളും ഔദ്യോഗിക മുദ്രകളും തിരുവിതാംകൂർ സൈന്യത്തിന് ലഭിച്ചു. ശവങ്ങൾക്ക് മുകളിലൂടെ ടിപ്പുവിനെ എടുത്തുകൊണ്ട് മൈസൂർ സൈന്യം ജീവനും കൊണ്ടു പാഞ്ഞു. ടിപ്പുവിന് തൻ്റെ സൈനിക ജീവിതത്തിലേറ്റ ഏറ്റവും വലിയ തിരിച്ചടികളിൽ ഒന്നായിരുന്നു ഇത്. യുദ്ധത്തിൽ പിൻവാങ്ങിയ ടിപ്പുവിൻ്റെ കൈത്തോക്ക്, ചുരിക, രാജമുദ്ര, മോതിരം, ഔദ്യോഗിക കൊടി എന്നിവ ധർമ്മരാജാവിന് ഉപഹാരമായി സമർപ്പിച്ചു. ഇപ്പോഴും ആ പച്ചക്കൊടി ശ്രീ പത്മനാഭസ്വാമിയുടെ ആറാട്ടിന് ഏറ്റവും പിന്നിലായി പ്രദർശിപ്പിക്കാറുണ്ട്. ടിപ്പുവിനെ പല്ലക്കിലെടുത്തുകൊണ്ടോടുന്ന ഒരു ഛായാചിത്രം ഇപ്പോഴും പത്മനാഭപുരം കൊട്ടാരത്തിൻ്റെ ചുവരുകൾ അലങ്കരിക്കുന്നുണ്ട്. നമ്മുടെ ധീരരായ ആ പോരാളികളെ ഇന്നു നമുക്കോർക്കാം. ചരിത്രം മറക്കാത്ത ആ വിജയദിനത്തിൻ്റെ ഓർമ്മ പുതുക്കാം.